Welcome back to Armando Boxing Series. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പാഡ് വർക്കിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പാഡ്സ് ഉണ്ട്, എന്തിനാണ് പാഡ് വർക്ക്, അതിൻ്റെ ഒരു പ്രയോജനം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ നല്ലൊരു മിഡ് വർക്കർ ആവാം, അല്ലെങ്കിൽ നല്ലൊരു എങ്ങനെ നമുക്കൊരു കൃത്യമായിട്ട് നമ്മളെ ക്ലയൻസിന് അല്ലെങ്കിൽ നമ്മുടെ ബഡീനെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് പാഡ് പറഞ്ഞു കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് തിങ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ പുതിയ ഒരു പ്രവണതയാണ് ഈ ജിമ്മുകളിൽ ഉള്ള ട്രെയിനേഴ്സ്, ഇൻക്ലൂഡിങ് മീ, ഞാനൊരു ജിം ട്രെയിനറാണ്. നമുക്ക് ക്ലയൻസിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാഡ് വർക്ക് യൂസ് ചെയ്യുന്നു. അതായത് വെയിറ്റ് ലോസിന് വരുന്നത്, അത് ഫൈനാണ്, പെർഫെക്റ്റ്ലി ഫൈനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിൻ്റെ വെയിറ്റ് കുറയ്ക്കണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് എന്നും കാർഡിയോ എടുത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ട്രെയിനിങ് എടുത്ത് അല്ലെങ്കിൽ എന്നും ഈ സ്റ്റെപ്പ് ഇതെല്ലാം കയറിയിട്ട് അവർക്കും അടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഗ്ലൗ എല്ലാം ഇട്ടിട്ട് ലൈറ്റായിട്ടുള്ള പഞ്ചസ് വെച്ചിട്ട് അവരെ ഫുൾ ബോഡി ഒരു എയറോബിക് ആക്ടിവിറ്റി എന്ന രീതിയിൽ പാഡ് വർക്ക് ചെയ്യാം. അതിനൊരു പ്രത്യേക സ്കില്ലോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് 1-2 ആ ഒരു ബേസിക് പഞ്ചസ്, 1-2 എന്ന ബേസ് പഞ്ചസ്, മറ്റ് പഞ്ചസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള 1-2 പഞ്ച്. അതിൽ തന്നെ ഒന്ന് ഡക്ക്, ഒന്ന് ചെറിയ മൂവ് ബാക്ക്, അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് പാഡ് വർക്കിൽ ആഡ് ചെയ്തിട്ട് അവരുടെ വെയിറ്റ് ലോസ് ജേണീനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റാണ്. അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ജിമ്മിലെ നിങ്ങളുടെ ട്രെയിനിങ് പാറ്റേണിനെ കുറച്ചുകൂടെ രസകരമാക്കാം. എന്നാൽ പ്രൊഫഷണലി നിങ്ങൾ കൃത്യമായിട്ട് ബോക്സിങ് പഠിക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നല്ലൊരു പാഡ് വർക്കർ ആകാൻ സാധിക്കില്ല. പാഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മിഡ് വർക്ക് ചെയ്യുന്ന ആൾ, അയാൾ നമ്മൾ ചെസ്സിലെല്ലാം ചെയ്യില്ല. നിങ്ങൾ ചെസ്സിൽ എന്താണ്, ഒപ്പണൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്ത്, അതായത് ഇയാൾ ഇങ്ങനെ ചെയ്യാം എനിക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു തോട്ട് വെച്ചിട്ടാണ് ചെസ്സ് കളിക്കുന്നത്. സെയിം മെത്തേഡാണ് പാഡ് വർക്കിലും. എൻ്റെ ക്ലയൻറ്റ് ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ പാഡ് വെക്കണം, അതിനനുസരിച്ച് അതിനെ ഇത്തരത്തിൽ ഡിഫെൻഡ് ചെയ്യുകയും ഓപ്പോസിറ്റ് ഒരു പഞ്ച് എനിക്ക് ത്രോ ചെയ്യാനും പറ്റണം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാനും അതേപോലെ പ്രവർത്തിക്കാനും പറ്റണം. അതിന് ഞാനൊരു ബോക്സറായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എല്ലാ ബോക്സിങ് മൂവ്മെൻറ്റും അറിഞ്ഞിരിക്കണം. അതൊരു എളുപ്പത്തിൽ എനിക്ക് ഒരുപാട് DM വരാറുണ്ട്, എങ്ങനെയാണ് പാഡ് വർക്ക് ചെയ്യാറ്, അല്ലെങ്കിൽ പാഡ് വർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പാഡ് വർക്ക് ഒരാൾക്ക് അങ്ങനെ എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് ബോക്സിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കാരണം അതിൽ വരുന്ന മൂവ്മെൻറ്റ്സുകളാണ്. അതല്ലാണ്ട് പാഡ് വർക്കായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ബോക്സിങ്, അതിന് ശേഷമാണ് പാഡ് വർക്ക്. സർ, ഇതെങ്ങനെ ചെയ്യാം? ആദ്യം എങ്ങനെ പാഡ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കൈയിനെ ഇത്തരത്തിൽ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇവിടെ ഒരു കുഴി വരുന്ന രീതിയിലാണ് പാഡ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതിൽ എൻ്റെ ഫിംഗറിനെ കയറ്റിയിട്ട് ഫ്ലാറ്റാക്കി വെക്കരുത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു കുഴി ഞാൻ വെച്ചു പോരാ. കൂടാതെ റിസ്റ്റിനെ സ്ട്രെയിറ്റ് അല്ല വെക്കുക, ഡൗൺവേർഡ് ടൈറ്റ് ചെയ്ത് വെക്കും. ഇത്തരത്തിലാണ് പാഡ് ഹോൾഡ് ചെയ്യുക. പാഡ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റൈൽ നോക്കുക. ഇങ്ങനെ ഇമ്പാക്റ്റ് നമ്മുടെ റിസ്റ്റിലേക്ക് വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇനി ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പഞ്ച് വരണം. അതല്ല ഈ എൻഡിലൊക്കെയാണ് പഞ്ച് വരുന്നതെങ്കിൽ ഇതിങ്ങനെ മടങ്ങിപ്പോവും, നമ്മളെ വിരലിന് ഡയറക്റ്റ് ഹിറ്റാണ് വരുന്നത്. ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൈ ഇഞ്ചുറി വരാനുള്ള ചാൻസ് 90% കൂടുതലാണ്. നമ്മളെ ഈ വിരൽ ചെറിയ ഡാമേജ് പൊട്ടിപ്പോവുക, അതായത് ഫിംഗറിൻ്റെ അറ്റത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിരലിങ്ങനെ മടങ്ങിപ്പോവും. പാഡ് യൂസ് ചെയ്യുന്ന പാഡിൻ്റെ ക്വാളിറ്റിന് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ സ്ഥിരമായിട്ട് പാഡ് വർക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ റിസ്റ്റിനും ഇഞ്ചുറി വരാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്.
അപ്പം അതാണ് പാഡ് ഹോൾഡ് ചെയ്യേണ്ട മെത്തേഡ്. ഇനി എങ്ങനെ തുടങ്ങാം? നമുക്ക് ബേസ് മൂവ്മെൻറ്റ് 1 എന്ന പഞ്ചിൽ തുടങ്ങാം. 1 എന്ന പഞ്ചിൽ നിങ്ങളിപ്പോൾ പാഡ് വർക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് റീൽസിലെല്ലാം കാണുന്ന കോമ്പിനേഷൻസ് അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, തുടക്കത്തിൽ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ നമുക്ക് ചില റീൽസ് എല്ലാം ഉണ്ട് വളരെ ഫാസ്റ്റായിട്ടെല്ലാം നമ്മളിങ്ങനെ പാഡ് വർക്ക് ചെയ്യുന്നത്. അത് അവരുടെ പേസിൽ അത് വീണ്ടും വീണ്ടും എന്താണ് തറോ ചെയ്യാണ്. നമ്മൾ പുതിയൊരു നമ്മുടെ ഒരു ക്ലയൻറ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ബേസ് മൂവ്മെൻറ്റിലാണ് തുടങ്ങേണ്ടത്. ഇപ്പം 1 എന്ന പഞ്ച് നമുക്ക് സ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലയൻറ്റിനോട് 1 എന്ന പഞ്ച് ഹിറ്റ് ചെയ്യാൻ പറയും. അത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടു. പാഡ് വർക്ക് എന്നുള്ളത് ലെഫ്റ്റ് ഹാൻഡ് 1 എന്ന പഞ്ചും റൈറ്റ് ഹാൻഡ് 2 എന്ന പഞ്ചും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പൊതുവെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് കൈ ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പം മനസ്സിലാവും. നിങ്ങളൊന്ന് റെഫറൽ വീഡിയോസ് എടുത്താൽ മതി. പൊതുവെ കാണുന്ന വീഡിയോസിൽ ലെഫ്റ്റ് നിങ്ങളുടെ 1 എന്ന പഞ്ച് ലെഫ്റ്റ് ഹാൻഡിലും 2 എന്ന പഞ്ച് റൈറ്റ് ഹാൻഡിലുമാണ് വരുന്നത്. അതൊരു പ്രത്യേക റൂളൊന്നല്ല, അതായത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്. നിങ്ങൾ പാഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 കൈയും ചേർത്ത് വെക്കണം. പാഡെന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെഡ്, ഒപ്പണൻറ്റിൻ്റെ ഹെഡ്, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ ഹെഡാണിത്. ഇനി ഈ കൈയിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ഷോൾഡർ, ഇവിടെ വെച്ചാൽ ഇത് ഷോൾഡർ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ എഗെയിൻ അപ്പർ കട്ട് എന്നുള്ള ഹെഡ്, സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്ന അയാളുടെ ബോഡി ഗാർഡ്. ഈ ഒരു കൺസെപ്റ്റിലാണ് പാഡ് വർക്ക് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇപ്പം 1 എന്ന പഞ്ച്, ഇപ്പം നിങ്ങൾ ആലോചിക്കുക, 1 എന്ന പഞ്ച് എൻ്റെ ഫേസിന് നേരെ ഒരാൾ ചെയ്തു, അയാളുടെ 2 എന്ന പഞ്ചും സെയിം സ്പോട്ടിൽ ചെയ്യാം. അതല്ലെങ്കിൽ അയാളുടെ 2 എന്ന പഞ്ച് എൻ്റെ ഒരു ലോവർ ബോഡിക്ക് എൻ്റെ ഒരു അബ്ഡോമിനൽ ഏരിയയിലേക്ക് പഞ്ച് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, 1 2. അപ്പോൾ എൻ്റെ 2 കൈ 2 പൊസിഷനിൽ വന്ന്, അതല്ലെങ്കിൽ ഈ 1 and 2 സെയിം ഡയറക്ഷനിൽ ചെയ്യാം. എൻ്റെ ഹെഡിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ 1 2 ഡബിൾ പഞ്ച് 1 2. അപ്പോൾ എനിക്ക് ഒറ്റ പാഡ് മതി, ഈ 2 കൈയും വെക്കേണ്ട ആവശ്യമില്ല. 1 and 2 ഒരേ സ്പോട്ടിൽ. എന്നാൽ ഇപ്പം ഞാൻ 1 2 ഒരേ സ്പോട്ടിൽ ഞാൻ വാങ്ങിച്ചു. ഇതിനെനിക്ക് ഇപ്പം 2 കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കുക 1 2. തിരിച്ച് അയാൾക്ക് ഒരു കൗണ്ടർ, ഓപ്പണൻ്റ് വെറുതെ നിൽക്കില്ലല്ലോ. അപ്പം അത്തരത്തിൽ മൂവ് ചെയ്യാൻ എനിക്ക് എൻ്റെ അടുത്ത കൈ യൂസ് ചെയ്യാം. അതൊരു നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട കൺസെപ്റ്റാണ്. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഒപ്പണൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കൗണ്ടർ വരും, അല്ലെങ്കിൽ എങ്ങനെ ഹുക്ക് വരുമോ, അപ്പം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കൈയിനെ വെക്കാൻ പറ്റണം. അത് കംപ്ലീറ്റ്ലി പാഡ് വർക്ക് ചെയ്യുന്ന ആളുടെ സ്കില്ലാണ്. നമ്മുടെ ചെയ്യിക്കുന്ന ആളുടെ സ്കില്ലാണ്.